ചെയ്ത എല്ലാ സിനിമകളിലും ഔസേപ്പച്ചൻ തന്നെയാണല്ലോ സംഗീതം ചെയ്തിട്ടുള്ളത്, മിക്കവാറും എല്ലാ സിനിമകളിലും. ഔസേപ്പച്ചൻ അങ്ങനെ വേറെ ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഉണ്ടോ അവരുടെ ഭൂരിഭാഗം സിനിമകളിലും ഔസേപ്പച്ചൻ തന്നെ ചെയ്തിട്ടുള്ള? ഒരു ഡയറക്ടറുടെ ഏറ്റവും കൂടുതൽ പടം ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പ്രകാശിൻ്റെ ആയിരിക്കും. കൂടുതൽ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, റെഗുലറായിട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഫാസിൽ സാറിൻ്റെ ചെയ്യുന്നു, ഒരുപാട് പടങ്ങൾ ചെയ്യുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. കമലിൻ്റെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാലത്ത് പ്രിയൻ്റെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഡയറക്ടേഴ്സും ഒരു പടമായിട്ട് ആരും എന്നെ വിട്ടിട്ടില്ല. ഒരു കണ്ടിന്യൂവേഷൻ്റെ 1-2 പടം ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ട് പ്രകാശിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും അത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരും ഒരുമിച്ചാണ് ആരംഭിക്കുന്നത്. 2 തുറകളിലാണ്. പ്രകാശ് ആദ്യമായിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഒരു കമേഴ്ഷ്യൽ ചെയ്യുമ്പോൾ അതിന് ആദ്യമായിട്ട് എന്നെ വിളിക്കുമ്പോൾ അത് എൻ്റെയും ആദ്യത്തെ ഒരു കമേഴ്ഷ്യലായിരുന്നു. ശരി. അങ്ങനെ അതിന് നമുക്കൊരു അവാർഡൊക്കെ കിട്ടി, പ്രകാശിനൊരു അവാർഡൊക്കെ കിട്ടി. പക്ഷെ അന്ന് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു പൊരുത്തം ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലായി. അതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പ്രകാശിൻ്റെ കമ്പോസിങ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ത്രില്ലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആ ഫസ്റ്റ് പടത്തിലുണ്ടായ വൈബ്, ഫസ്റ്റ് ചെറിയ സ്മോൾ ഫിലിമിൽ ഞങ്ങൾക്കുണ്ടായ വൈബാണ് അത്. ഇന്നിപ്പോൾ നാളെ ഒരു പടം ചെയ്യുകയാണെങ്കിലും അത് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും, അതിലൊരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്ന് കാണാനും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പോസിങ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോസിങ്ങിന് റൂമിലൊന്നും ഇരിക്കുന്നില്ല, നേരെ സ്റ്റുഡിയോയിൽ പോകും, റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ പോകും, ഡയറക്റ്റ് റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ. എന്നിട്ട് കമ്പോസിങ് ഇല്ല അവിടെ. കമ്പോസിങ് എന്ന് പറഞ്ഞൊരു സെഷൻ ഇല്ല, ഒരു ഗ്രൂവ് ഇടും, റെക്കോർഡിംഗ് ആണ്. ശരി. ഞാൻ നേരെ സിംഗറിൻ്റെ ബൂത്തിൽ കയറുന്നു പാട്ട് പാടാനായിട്ട്. വരികളൊന്നും ആയിട്ടില്ല കേട്ടോ. ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചില വരികൾ വരും, അത് ചിലപ്പോൾ അതും ഉപയോഗിക്കപ്പെടാറുണ്ട്. അങ്ങനെ പോകുന്നു. അങ്ങനെ പ്രകാശിൻ്റെ ഫേസ് എനിക്ക് കാണാം, ഒരു അപ്പോൾ പ്രകാശ് ഒരു മൂഡ് പറയും, ഇതൊരു ഹാപ്പി മൂഡ് അല്ലെങ്കിൽ ഇതൊരു സ്ലോ മൂഡ്, അതിൻ്റെ ഒരു മൂഡ് ഡയറക്ടർ എപ്പോഴും പറയും. അത് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ശരി ഓക്കെ ഇതൊരു 120 ടെമ്പോ. ഞാൻ എൻ്റെ അസിസ്റ്റൻ്റായ ഗോപിയുടെ അടുത്ത് പറയും, ഗോപി സുന്ദർ എന്ന് പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനോട് പറഞ്ഞാൽ അവൻ കീബോർഡൊക്കെ സെറ്റ് ചെയ്ത് ഒരു ശ്രുതി നോക്കും, എന്നിട്ട് വെറുതെ പാടുകയാണ്. ജസ്റ്റ് എന്താ പറയുക, വി കോൾ ഇറ്റ് ലൈക്ക് ജാമിങ് സെഷൻ. ശരി. ചിലപ്പോൾ പ്രകാശ് അവിടെ ഇരുന്നിട്ട് ഉള്ളിലിരുന്നിട്ട് പഴയ പാട്ടുകൾ, ആരും കേൾക്കാത്ത പാട്ടൊക്കെ പാടും. ഞാനിത് എന്താണ് ഇത് ഒരുപാട് പിന്നെ നമ്മൾ കേട്ട പാട്ടാണ്, പക്ഷെ നമ്മൾ മറന്നുപോയി പാട്ടൊക്കെ പാടും. അത് ഇടയ്ക്ക് ഒരു തമാശയ്ക്ക് ഇൻ്റർവെല്ലിൽ അതൊക്കെ പാടും. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയും. അപ്പോൾ പ്രകാശിനെ കണ്ടറിയാം നമ്മൾ ആദ്യം പാടിക്കൊണ്ടുവരുന്ന സംഭവം ഓൾമോസ്റ്റ് ഓക്കെയാണ്.